അവിടുത്തെ ഭാഗം ധ്യാനിച്ചപ്പോ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഈ ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ദ്വീപ് മെലീത്തയാണെന്ന് മനസ്സിലായത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ദ്വീപിൽ ചെല്ലുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? ഈ ദ്വീപ് മെലീത്ത ദ്വീപ് എന്ന് അറിയാത്തവണ്ണം അവരെ മറച്ചു വെച്ചു. എന്ന് പറഞ്ഞാൽ ഈ ദ്വീപ് ഇവർ ചെല്ലുന്നതിന് മുമ്പ് മെലീത്ത ദ്വീപാണെന്ന് അറിഞ്ഞാൽ ഇവരങ്ങോട്ട് കയറത്തില്ല. ഹല്ലേലൂയ. ഈ ദ്വീപ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് മെലീത്ത ദ്വീപാണെന്ന് അവർ ഗ്രഹിച്ചത്. കാരണം എന്തെന്നറിയാമോ? മെലീത്ത ദ്വീപ് എന്ന് പറഞ്ഞ ഒരു സാധാരണ ദ്വീപല്ല. മെലീത്തയിലുള്ള ജനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരല്ല. മെലീത്തയുടെ കൾച്ചർ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ കൾച്ചറല്ല. മെലീത്തയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സാധാരണ പാരമ്പര്യമല്ല. എന്നാൽ അവിടെ തമ്പുരാനൊരു മറവിട്ടു. എന്താ കാര്യം? ഈ ദ്വീപ് മെലീത്തയാന്നറിഞ്ഞാൽ ഇവർ ഈ ഉപ്പുവെള്ളം കുടിച്ച് തന്നെ ചാകും. ഇവരങ്ങോട്ട് കയറത്തില്ല. ഹല്ലേലൂയ. ചില വിഷയങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവം നമ്മെ മറയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചില പ്രതിസന്ധികൾ, ചില വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കയറുമ്പോൾ ദൈവം നമ്മെ വെളിപ്പെടുത്താതെ ഇരിക്കുന്നതിന്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ശ്രദ്ധിച്ചേ, ഈ ദ്വീപ് മെലീത്ത ദ്വീപാണെന്ന് അവർക്കറിയില്ല. അവർ ആ ദ്വീപിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോ അടുത്ത പദപ്രയോഗം ഇങ്ങനെയാണുള്ളത്. ഹല്ലേലൂയ. അടുത്ത പദപ്രയോഗം ഇങ്ങനെയാണ്. എന്താണ്? അവിടുത്തെ ബെർബർമാർ എന്താ കാണിച്ചേ? അസാധാരണതയെ കാണിച്ചു. ഓ ശഖമന വൈഡതരകൾ കമനതരക ജാരക സന്തേരിയ. ആ ദ്വീപിലേക്ക് കയറി ചെന്നവരോട് ഇന്നു വരെ ചരിത്രത്തിൽ കാണിക്കാത്തൊരു ദയ ഇന്നുവരെ ആരോടും കാണിക്കാത്ത, ഇന്നുവരെ ചരിത്രത്തിൽ വെളിപ്പെടാത്ത ഒരു അസാധാരണമായ ദയ ഈ പൗലോസും കൂട്ടരും അവിടെ അനുഭവിക്കുകയാണ്. എന്താ പ്രിയരെ? അവിടെ ഈ ബർബർമാരെന്ന് പറഞ്ഞാൽ മനുഷ്യരെ കഴിക്കുന്ന, അല്ലെങ്കിൽ നരഭോജികളായി മനുഷ്യരെ തിന്നുന്ന, പാചകം ചെയ്ത് കഴിക്കുന്ന, അല്ലെങ്കിൽ അവരെ പിടിച്ച് ഭക്ഷിക്കുന്ന പാരമ്പര്യമുള്ള ഈ ദ്വീപിലേക്ക് കയറി ചെല്ലുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു അവിടെ അസാധാരണമായ ദയ കാണിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു വെളിപ്പാട് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ എത്ര പേർ അത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു വെളിപ്പാട് പറയാം. ഈ ദ്വീപിലേക്ക് ഈ ഭക്തൻ കയറി ചെല്ലുന്നതിന് മുമ്പേ സ്വർഗമിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. അവൻ ഈ ഭക്തന്റെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, ഈ ഭക്തന്റെ മേലുള്ള ദൈവിക നിയോഗം, ഈ ഭക്തന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി സ്വർഗം ആ ദ്വീപിലേക്ക് അയക്കുമ്പോ ഈ ഭക്തനും തന്റെ കൂടെയുള്ള കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരും ആ ദ്വീപിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ അവിടെ ചെല്ലേണ്ടവൻ അവിടെ ചെന്നു കഴിഞ്ഞു, അവിടെ എത്തേണ്ടവൻ അവിടെ എത്തിക്കഴിഞ്ഞു. എന്തിനു വേണ്ടിയാ? ദൈവം ഒരു അത്ഭുതം അവിടെ ചെയ്യുവാൻ വേണ്ടി. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നു നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് വ്യക്തമായ മറുപടികൾ ജീവിതത്തിൽ പ്രാപിച്ചില്ലെങ്കിലും സ്വർഗം ആ വിഷയത്തിന്റെ അകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയോ? നീ ചെല്ലുമ്പോ ഈ വരുന്ന ദിവസങ്ങളിൽ ഒരസാധാരണമായ ദൈവ പ്രവൃത്തി നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സ്വർഗത്തിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ അറിയുമോ? വ്യക്തിപരമായി അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ പ്രവചന ശബ്ദമായി ദൈവാലോചന വളരെ വ്യക്തതയോടുകൂടെ പറയാൻ, പ്രവചിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ദൈവിക നിയോഗത്തിൽ പറയാം. തമ്പുരാൻ ചിലത് ഒരുക്കി നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ചിലത് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നു? നീ പ്രാർത്ഥിക്കുന്ന, കരയുന്ന, നിലവിളിച്ച, അല്ല തമ്പുരാൻ നിന്നോട് അരുളി ചെയ്തതായ ദൈവിക പ്രവചനങ്ങളുടെ സാക്ഷാത്കാരം നിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നീ കാണത്തക്ക നിലയിൽ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ രണ്ട് കരങ്ങളെ ഒന്ന് തട്ടി അല്പനിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ,
അതൊന്ന് റിസീവ് ചെയ്യുവാൻ എത്ര പേര് തയ്യാറാകും? വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഏതൊക്കെയോ കുടുംബങ്ങളിൽ, ഏതൊക്കെയോ തലമുറയിൽ, ഏതൊക്കെയോ ആത്മീക വിഷയങ്ങളിൽ, ഏതൊക്കെയോ ഭൗതിക വിഷയങ്ങളിൽ ചലിക്കുക തന്നെ ചെയ്യും. ആമേൻ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന, ഇത് റിസീവ് ചെയ്യുന്ന നിങ്ങൾക്ക് എത്രത്തോളം അത് അനുഭവിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു: നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും, നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നിന്നെ നിർത്തിയിരിക്കുന്നത് നീ മുടിഞ്ഞു പോകാനല്ല. നിന്നെ നിർത്തിയിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു. ഒരുപാട് പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടും നീ നിൽക്കുന്നതല്ല. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നതാണ്. എന്തിനു വേണ്ടി എന്നറിയാമോ? വലിയ ചില പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ കൊണ്ട് യാഗപ്പെടുത്തുവാനല്ല. പ്രതിസന്ധിയുടെ നടുവില് ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികളെ അക്ഷരികമായി കണ്ണുകൾ കൊണ്ട് കാണുവാൻ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ചില ദൈവിക പദ്ധതികൾ ഈ 2026 കലണ്ടർ എടുത്തു മാറ്റുന്നതിന് മുമ്പ് സംഭവിക്കും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയാൻ പറയാ. ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയരെ, ശ്രദ്ധിച്ചു നോക്കിയേ. ഞാനത് അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. എന്താണെന്നറിയാമോ? ഈ ബർബർമാർ ഒരിക്കലും ആരോടും ഇങ്ങനെ ഒരു ദയ കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പൗലൂസിനോടും തന്റെ കൂടെ വന്ന കൂട്ടാളികളോടും ഇങ്ങനെ ഒരു അസാധാരണമായ ദയ കാണിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പൗലൂസും കൂട്ടാളികളും അവിടെ കാല് കുത്തുന്നതിന് മുമ്പേ കുത്തേണ്ടവൻ അവിടെ കുത്തിക്കഴിഞ്ഞു, ഇറങ്ങേണ്ടവൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. അതല്ലേ അതിന്റെ സത്യം. കാരണം എബ്രായർ ബാലന്മാരെ തീക്കകത്തേക്ക് വലിച്ചെറിയുവാൻ പോകുമ്പോ ഇപ്പോൾ അവരെ ചണ്ടിക്കൂമ്പാരമായി അല്ലെങ്കിൽ തീ കഷണമായി അവർ കരിക്കട്ടയായി പുറത്തു വരുമെന്ന് കാത്തു നിന്നപ്പോ, അവര് നോക്കി നിന്നപ്പോ അവരാ ജലാശയം പോലെ അതിൻ്റെ അകത്ത് നീന്തി തുടിക്കുകയാ. കാരണം നമ്മളൊക്കെ വചനം വായിക്കുമ്പോൾ നമ്മൾ പറയും നാലാമനായി ഒന്ന് പറയുമ്പോൾ സത്യമാണെങ്കിലും, പക്ഷേ നാലാമനല്ല, ഒന്നാമനായി ഒരുവൻ അവിടെ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഒന്നാമനായി ഒരുവൻ ആ തീക്കകത്ത് ഇറങ്ങി നിൽപ്പുണ്ടെന്ന്. ശഖാറാദാനാമ. എന്തിനു വേണ്ടിയാ? ആമേൻ. ഭക്തന്മാരെ കൊണ്ടിടുമ്പോ ഒരു തീയുടെ മണം പോലും യേശുവാതിരിക്കുവാൻ. അല്ലേ? ശരിയല്ലേ? സത്യമാണ്. സ്തോത്രം. ദൈവം പ്രതിസന്ധികൾ ഒരുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചില ദൈവിക പ്രത്യേക അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. ഈ മോശയും തന്റെ കൂട്ടരും കൂടെ ആ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മോശ വടി നീട്ടുന്നതിന് മുമ്പ് എന്റെ വെളിപ്പാടിൽ പറയാം, പുറപ്പെട്ടപ്പോഴേ ദൈവത്തിന്റെ ദൂതന്മാര് ആഴക്കടലിൽ പണി തുടങ്ങിക്കഴിഞ്ഞു. ചെങ്കടലിന്റെ അകത്തെ ഒരു ചെങ്കൽ പാത ഒരുക്കുവാൻ അവിടെ ദൂതന്മാര് പണി തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടോ? വിശ്വാസത്തോടെ ചോടുവെക്ക്. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവശക്തനാ. ഏതെല്ലാം ജനത, ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ നമ്മെ പഠിച്ചാലും, ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമായിരുന്നാൽ, നമ്മുടെ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ ഇവയ്ക്കൊന്നും നമ്മെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്ര പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയാട്ടെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ദൈവത്തിന്റെ പദ്ധതിയാകുന്ന ആ ദൈവിക ട്രാക്കിൽ നമ്മൾ നിന്ന നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മുടെ അരികിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രതികൂലത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. മോശയെ ദൈവം നേരത്തെ കണ്ടതാണ്. എന്തിനാണ്? ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം കണ്ട മനുഷ്യനാണ് മോശ. ആ മോശ ജനിച്ചപ്പോൾ തന്നെ ശത്രു എന്ത് ചെയ്തു? അവനെ അങ്ങ് തുടച്ചു മാറ്റിക്കളയുവാൻ ആ കാലഘട്ടത്തിൽ ഒരു നിയമം അങ്ങ് പാസാക്കി. ആ നിയമം പാസാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഒരു ചെറിയ പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിന്റെ അകത്ത് മോശയെ കിടത്തി ആ മോശയെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവര് തത്രപ്പെട്ടുകൊണ്ട്
കാര്യാദികൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്റെ പ്രഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ മുറ്റത്ത്, അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് അവരൊരു കൊച്ചു പെട്ടകമൊക്കെ ഉണ്ടാക്കി പശ തേച്ചു, കീല് തേച്ച്. എന്തിനാ? വെള്ളം കയറാതിരിക്കുവാൻ വേണ്ടി കീൽ മനോഹരമായ ഒരു കൊച്ചു പെട്ടകം. ഇന്ന് ഒരു കാര്യമില്ല. കാരണം കിട്ടത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കത്തില്ല. നിങ്ങൾ എത്ര പശ തേച്ചാലും, നിങ്ങൾ എത്ര മനോഹരമായി പെട്ടകമുണ്ടാക്കിയാലും, ഫറവോന്റെ നിയമം ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഏത് നിയമമാണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന്മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയുടെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അത് വെളിപ്പെട്ട് തന്നെ ചെയ്യുക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. നോക്കിയേ, ഈ പെട്ടകം ഇങ്ങനെ പടന്നുകൊണ്ട് നിൽക്കുമ്പോ അയൽവാസികളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കാണാം, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതൊന്നും നിങ്ങൾ എത്ര കീല് തേച്ചാലും, നിങ്ങൾ എത്ര പശ തേച്ചാലും ഒരിക്കലും മോശം പുറത്തു വരികയില്ല എന്ന് മറ്റുള്ളവരൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവര് അധ്വാനിക്കുന്നത് വെറുതെയാണ്, ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത് വെറുതെയാണ്, ഇവരുടെ അധ്വാനം വെറുതെയാണെന്ന് ഒരുപക്ഷെ കണ്ടു നിന്നവരൊക്കെ ചിന്തിച്ചു കാണാം. എന്നാൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയാമോ? ആ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിൽ ഇപ്പോൾ സംഗതി നടപ്പുണ്ട് കേട്ടോ. കൊട്ടാരത്തില് രാജകുമാരി പറയുകയാ, രാജ്ഞി പറയുകയാ, ഞാൻ ഇന്ന് കുളിക്കുന്നത് നൈൽ നദിയിലാണ്. നോക്കണമേ, ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ തമ്പുരാൻ അവിടെ വഴി തുറക്കുക. ആമേൻ. വിശ്വാസത്തോടെ ചുവട് വെക്കുവാൻ തയ്യാറാകുന്ന ആരാണോ അവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗം ഇന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ റിസീവ് ചെയ്തോ. ഈ ദിനങ്ങളിൽ നമ്മുടെ മേലത് നടക്കുക തന്നെ ചെയ്യും. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഈ മോശയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പെട്ടകം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിന്റെ അകത്ത് പറയുകയാ, ഞാൻ ഇന്ന് കുളിക്കാൻ പോകുന്നത് നൈൽ നദിയിലാണ്. നിങ്ങൾ നോക്ക്, അതെന്താണ് അതിന്റെ അത്ര വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു അത്ഭുതമുണ്ട്. എന്താ കാര്യം? ഇപ്പോൾ ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാര് പറയുന്നത് സാധാരണ ആൾക്കാർ പോലും ഇപ്പൊ നൈൽ നദിയിൽ കുളിക്കാറില്ല. എന്താ കാര്യം? നൈൽ നദിയിൽ വെള്ളം മലിനമാ. കാരണം എബ്രായർ കുഞ്ഞുങ്ങൾ ചത്തൊഴുകുന്ന, ശവശരീരങ്ങൾ ഒഴുകുന്ന മലിനമായ ജലത്തിൽ രാജാവിന്റെ പുത്രി പറയാ, ഞാൻ ഇന്ന് അവിടെ കുളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ ഇറങ്ങുന്ന ഒരു കുടുംബം ഇന്ന് വരെ പരാജയപ്പെട്ട ചരിത്രമില്ല. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ചുവടുവെച്ച ഒരു കുടുംബം ഇന്നു വരെ പരാജയപ്പെട്ട ചരിത്രമില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സന്ദേശം നിങ്ങളോടുള്ളതാ, നിങ്ങൾക്കുള്ളതാ. ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. കൊട്ടാരത്തിൽ എത്തിക്കുവാൻ ആ ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ നിന്റെ തലമുറയെ കൊട്ടാരത്തിലെത്തിക്കും. ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു നന്മയെയും ഇവിടുത്തെ ഒരു നിയമങ്ങൾ കൊണ്ടോ, ഒരു സാധ്യതകൾ കൊണ്ടോ, ഒരു പ്രതികൂലങ്ങളെ കൊണ്ടോ നിന്നെ തടയാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ, അവര് ഈ രാജകുമാരി പറഞ്ഞു, ഞാൻ ഇന്ന് നൈൽ നദിയിലാ കുളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ തോഴിമാരെല്ലാം കൂടെ നോക്കിക്കാണും, ഈ രാജാവിന്റെ പുത്രിക്ക് എന്ത് സംഭവിച്ചു, ഈ രാജാവിന്റെ പുത്രി എന്താ ഈ പറയുന്നത്? കാരണം ഈ വെള്ളത്തിൽ ആരെങ്കിലും കുളിക്കാൻ പോകുമോ? ഈ വെള്ളത്തിൽ ആരെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുമോ? പക്ഷേ സ്വർഗം ചലിച്ചാൽ പിന്നെ ആർക്കും അതിനെ എതിരായി നിൽക്കാൻ കഴിയത്തില്ല. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ആത്മീക വിഷയത്തെ കുറിച്ച്, നിന്റെ ഭൗതിക വിഷയത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം എവിടെ തുടങ്ങണമോ അവിടെ എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നോക്കണമേ, ഈ കർത്താവ് അതിന്റെ അകത്തൂടെ ഒരു വഴി വെട്ടിക്കൊണ്ടിരിക്കുക. എവിടെയാ? ഈ മോശയെ കൊട്ടാരത്തിന്റെ അകത്തെത്തിക്കുക. ഇന്ന് രാത്രി
വിശ്വസിക്കുന്നത്ര പ്രിയപ്പെട്ടവരുണ്ട്. വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് സത്യമാ. കർത്താവ് ഒരുക്കുന്ന ദൈവിക പദ്ധതിക്കായി നാം കാത്തിരുന്നാൽ നമ്മുടെ ഈ കൊച്ചു തലച്ചോറുകൾ കൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ, അളന്നു കുറിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ആരുടെയൊക്കെയോ പേര് പറഞ്ഞ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നില്ലേ? ആരുടെയൊക്കെയോ വ്യക്തിപരമായ പേരുകൾ എഴുതി വെച്ച ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ആരുടെയൊക്കെയോ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവോ വചന വെളിപ്പാടിൽ എന്നോട് പ്രവചന ദൂതായി പറയാൻ പറയുന്നു, നീ വിശ്വസിക്കുക, നിന്റെ കണ്ണുകൾ കൊണ്ട് നീ അത്ഭുതകരമായ വഴി തുറക്കാൻ പോകുകയാ. ദൈവം ചില അത്ഭുതകരമായ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോകുക. പ്രിയമുള്ളവരെ, എന്താ സംഭവിച്ചത്? അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആ ഭാഗം വിവരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. പ്രിയരെ, ആ നൈൽ നദിയുടെ വെള്ള ഒഴുക്കിന്റെ ആ ഓളങ്ങളിൽ പോലും ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു. ഇല്ലേ? എന്താ കാര്യം? ഈ ഒരു നല്ല ഓളം അവിടെ അടിച്ചിരുന്നുവെങ്കിൽ ആ പെട്ടകം ഒരിക്കലും ഈ രാജാവിന്റെ പുത്രി കാണത്തില്ല. സ്വതന്ത്രം ഹല്ലേലൂയ. ഈ രാജ്ഞി ഈ പെട്ടകം കാണണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ആ നൈൽ നദിയുടെ ഓളപ്പരപ്പിൽ പോലും ചലിച്ച ദൈവത്തിന്റെ കരം. ഓളം സന്തോരിയ അരകൽക്കമന. ആ ഓളത്തിൽ പോലും ദൈവത്തിന്റെ കരം ചലിച്ചിരുന്നു. കാരണം ദൈവമായിരുന്നു അതിനെ നിയന്ത്രിച്ചിരുന്നത്. എന്താ കാര്യം മറ്റൊന്നുമല്ല. കാര്യം ഈ ഓളം ഒന്ന് ശക്തമായി ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ ഈ രാജ്ഞി ഇത് കാണാതെ ഈ പെട്ടകം ഒഴുകിപ്പോകും. പക്ഷെ ആ ഒഴുക്കിന്റെ അകത്ത് പോലും ദൈവത്തിന്റെ നിയന്ത്രണാധികമായ ഒരു കരം ചലിച്ചത് ആത്മാവിൽ നമുക്ക് വിവേചത്തോടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക വെളിപ്പാടാണ്, മർമ്മമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഒഴുക്കിക്കളയാൻ, ഇന്ന് രാത്രി കേട്ടോണേ, ഒഴുക്കിക്കളയാൻ ശത്രു ഒരുക്കിയ പല വിഷയത്തിന്റെ നടുവിലും നീ ഒഴുകിപ്പോകാതെ നിന്നെ നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാകും? അവൻ എനിക്കറിയില്ല, ദൈവാത്മാവിനോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. അവൻ ഒഴുകിപ്പോകണ്ട. പല സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നപ്പോഴും അവിടെയൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നിന്നെ നിർത്തിയെങ്കിൽ ദൈവം എവിടെയൊക്കെയോ ദൈവത്തിന്റെ പ്രവൃത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. നോക്കണമേ, ഈ പെട്ടകം എത്തേണ്ട കൈകളിൽ തന്നെ എത്തേണ്ട കാര്യങ്ങളിൽ തന്നെ എത്തിച്ചു. ഒരു ദൂത് ഞാൻ പറയാം, ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. സ്വതന്ത്രം പറയാമോ? ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. എന്ന് പറഞ്ഞാൽ എത്തേണ്ട കാര്യങ്ങളിൽ തന്നെ അത് തമ്പുരാൻ എത്തിച്ചത്. വിശ്വസിക്കുന്നു? എത്തേണ്ടടുത്തെത്തും. ലഭിക്കേണ്ടത് ലഭിക്കും, നടക്കേണ്ടത് നടക്കുമെന്ന് ഇന്ന് രാത്രി ആരോടൊക്കെയോ പറയാൻ ദൈവാത്മാവിന്റെ ആദരത്തിൽ നൽകുന്ന ദൈവികമായ പ്രവചനത്തിന്റെ ദൂതുകൾ ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ പറയുമ്പോൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ആ കരങ്ങളിൽ ഭദ്രമായി എത്തുവാനിടയായത്. അപ്പൊ മോശയുടെ സഹോദരി ഇങ്ങനെ നോക്കി വരിക, ഇവന് എന്ത് സംഭവിക്കും? ഇവനെന്താ സംഭവിക്കുന്നത്? പെട്ടകം മറിയണോ? അത് ഇതിലേക്ക് ഇവൻ എടുത്ത് ചാടുകയാണോ? കൊച്ചുകുഞ്ഞല്ലേ, ചിലപ്പോ എടുത്ത് മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയാണോ? അതോ ഇനി മറ്റേതെങ്കിലും മീനുകൾ വന്ന് ഈ പെട്ടകം മറിച്ചു കളയുകയാണോ? അതോ ഇനി ഏതെങ്കിലും ചുഴലിക്കകത്ത് ഏതെങ്കിലും വട്ടം കറങ്ങി കുഞ്ഞു മുങ്ങിപ്പോവുകയാണോ? എന്തായാലും ഒന്ന് സംഭവിക്കും. അത് എന്താ സംഭവം എന്ന് കാണുവാൻ എന്തായാലും നല്ലതല്ല എന്നറിയാം. ആമേൻ. എന്തായാലും നല്ലതല്ല, ഒരിക്കലും നല്ലത് വെളിപ്പെടുകയില്ല. ചരിത്രത്തിൽ ഇതുവരെയുള്ള കുഞ്ഞുങ്ങളെ ഒഴുക്കിപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതും അങ്ങനെ ഏത് തലത്തിലാണ് ഈ മരണം നടക്കുന്നതെന്ന് കാണുവാൻ മോശയുടെ പെങ്ങൾ ദൂരത്ത് നിന്നുകൊണ്ട് ഈ പുഴയുടെ സൈഡിലൂടെ ഓരം പറ്റിക്കൊണ്ട് ഈ കുഞ്ഞു വരുമ്പോ അവിടെ കണ്ണിൽ കണ്ടത് ഇത് രാജാവിന്റെ പുത്രിയുടെ കരങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവൾ ഓടിച്ചെന്ന് ചോദിച്ചു, ഇതിന് മുല കൊടുക്കുവാൻ, പാല് കൊടുക്കുവാൻ ഞാനൊരു സ്ത്രീയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, വെറുതെ വേണ്ട, ശമ്പളം കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സ്വന്തം കുഞ്ഞിന് വേണ്ടി മുലപ്പാല് കൊടുത്ത് പണം സമ്പാദിച്ച, അല്ലെങ്കിൽ കാശ് മേടിച്ച, ശമ്പളം മേടിച്ച ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മുടെ മോശയുടെ അമ്മയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഈ പെൺകുഞ്ഞു പറയുന്ന ഒരു സംഭവം ഉണ്ട്. അമ്മ ഒരുങ്ങ്. അപ്പോ
അമ്മ ചോദിച്ചു കാണും, മോളെ എന്താ, എങ്ങോട്ട്, എവിടേക്കാ, എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഈ മകള് പറഞ്ഞു കാണും, അമ്മേ ഇനി അമ്മയുടെ താമസം ഇവിടെയല്ല, രാജകൊട്ടാരത്തിലാ. ഹല്ലേലൂയ. രാജകൊട്ടാരത്തില. രാത്രിയിൽ ഇത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയാൻ ഒരു നിയമങ്ങൾക്കും കഴിയില്ല, ഒരു പ്രതികൂലങ്ങൾക്കും കഴിയില്ല, ഒരു പ്രതിസന്ധികൾക്കും കഴിയില്ല. എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കും. അത് തലമുറയോടുള്ള വിഷയത്തിലാണെങ്കിലും, അത് ഭൗതിക നന്മയോടുള്ള വിഷയത്തിലാണെങ്കിലും, അത് ആത്മീക മേഖലയോടുള്ള വിഷയത്തിലാണെങ്കിലും, ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവത്തിന്റെ പ്ലാനുകളെ ആർക്കും തടയാൻ കഴിയത്തില്ല. മോശ ഈ രാജകൊട്ടാരത്തിൽ വളരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, 2026 ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ഈ 8ാം മാസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോ ഇനിയുള്ള നാളുകൾ ദൈവം നമുക്ക് വേണ്ടി നാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിൽ സ്വർഗം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല, 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 ഇല്ല. നിന്നെ വിടത്തില്ല, നിന്റെ കുടുംബത്തെ വിടത്തില്ല, സന്തോഷം നൽകിയില്ല. ആത്മീകമായി ഭൗതികമായി ക്ലേശങ്ങൾ വരുത്തി ഒതുക്കിക്കളയാൻ നോക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികൾ നിനക്കെതിരെ വരുമ്പോൾ ഈ ദിവസങ്ങളിൽ പറ, ഇല്ല പിശാചേ, നിനക്കെന്നെ ജയിക്കാൻ കഴിയില്ല, നിനക്കെന്റെ പ്രാർത്ഥനയെ ഒതുക്കിക്കളയാൻ കഴിയില്ല, നിനക്കെന്റെ ദൈവകൃപയെ ഒതുക്കിക്കളയാൻ കഴിയില്ല, നിനക്കെന്നെ ശാരീരികമായി ക്ഷയിപ്പിക്കുവാൻ കഴിയില്ല, നിനക്കെന്നെ മാനസികമായി തകർക്കാൻ കഴിയില്ല, നിനക്കെന്റെ സന്തോഷത്തെ കെടുത്താൻ കഴിയില്ല, നിനക്കെന്റെ ഉയർച്ചകളെയും എന്റെ വാഗ്ദത്തങ്ങളെയും എന്നോടുള്ള പ്രവചനങ്ങളെയും ഒതുക്കുവാൻ നിനക്ക് കഴിയില്ലെന്ന് ഡിക്ലെയർ ചെയ്ത് പറയാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നാം വായിച്ച വിഷയത്തിലേക്ക് തന്നെ വരാം. എന്താ നമ്മൾ വായിച്ച വിഷയം? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? മെലീത്ത ദ്വീപിലുള്ള ബർബറന്മാര് അസാധാരണമായ ദയ കാണിച്ചു. ഇവർ ദയ കാണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇവരിവിടെ എത്തുന്നതിന് മുമ്പേ സ്വർഗം അവിടെ എത്തിയിട്ടുണ്ട്. എന്താ കാര്യം? അതുകൊണ്ടാണ് ഇവർ അസാധാരണമായ ദയ കാണിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ അവിടുന്ന് ഒരു വിറക് പെറുക്കി, ഒരു ജന്തുവിനെ വിറക് പെറുക്കി തീ കായാനായി തുടങ്ങുമ്പോ ചൂട് നിമിത്തം ഒരു ജന്തു അവന്റെ കയ്യിൽ, അണലി അവന്റെ കയ്യിൽ കയറി ചുറ്റി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നോക്കണമേ, ആരോടും ഒരു പ്രതികൂലം ഉണ്ടായില്ല. കൂടെ വന്ന ആരുടെ മേലും കയറി ചുറ്റിയില്ല. പൗലൂസിന്റെ മേലെ കയറി ചുറ്റിയേ. ഹല്ലേലൂയ. മറ്റാർക്കുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ, മറ്റാർക്കുമില്ലാത്ത ചില പ്രതിസന്ധികൾ നിനക്കെതിരെ വരുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നോട് പറയാം, ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതികൾ നമ്മുടെ ലൈഫിലുണ്ടെന്ന്, നമ്മുടെ ലൈഫിലുണ്ടെന്ന്. മറ്റാരുടെ കുടുംബജീവിതത്തിൽ നടക്കാത്ത, ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നീ സ്വപ്നം കണ്ട ജീവിതമല്ലായിരിക്കാം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല. ഈ ഒരു സാഹചര്യം, ഈ ഒരു ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറുപ്പകാലത്ത് ചിന്തിച്ചതുപോലുമല്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന്. എന്നാൽ നീ സ്വപ്നം കണ്ട ഒരു ജീവിതമല്ലായിരിക്കാം നിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രിയിൽ അവരോടായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങൾ സംസാരിക്കുവാനുള്ളത്. അത് മറ്റൊന്നുമല്ല. നോക്കണമേ, ആരുടെ കയ്യിലും ചുറ്റാത്ത ചിലത് ഈ പൗലൂസിന്റെ മേൽ ചുറ്റി. എന്താ കാര്യം? മറ്റാരിലും ഇല്ലാത്ത ചില ദൈവിക പ്രവൃത്തി ഇവന്റെ മേലുണ്ട്. പ്രിയരെ, നിങ്ങളുടെ കുടുംബക്കാരുടെ മേൽ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ മേല്, നിങ്ങളുടെ അയൽവക്കക്കാരുടെ മേല്, നിങ്ങളുടെ സഹോദരങ്ങളുടെ മേലില്ലാത്ത ചില പ്രതികൂലങ്ങൾ, ചില പ്രതികൂല സാഹചര്യങ്ങൾ, അത് സാമ്പത്തികമാകട്ടെ, ആത്മീകമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, ഏതു തലത്തില് നിങ്ങൾക്കെതിരെ കടന്നു വരുന്നുണ്ടെങ്കിൽ അടിവരയിൽ തക്കമിട്ട് ആവർത്തിച്ചു പറയാം, അവരിൽ ആരിലുമില്ലാത്ത ചില ദൈവപ്രവൃത്തി, ദൈവദാസനെ നിന്റെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, മരണപ്പെട്ടു പോകേണ്ട അനുഭവങ്ങൾ വരെ നിന്റെ ജീവിതത്തിൽ വന്നിട്ട് മരണത്തിന് വിട്ടുകൊടുക്കാതെ 2026 ഈ മാസവും ഈ ദിവസവും നിന്നെ നിർത്തിയിരിക്കുന്നത് ചില ദൈവപ്രവർത്തികൾ കാണിക്കാൻ വേണ്ടി തന്നെയാ. ചില വാഗ്ദത്തങ്ങളൊക്കെ വിട്ട് കരങ്ങളിൽ തരുവാൻ ദൈവം തന്നെ നിർത്തിയിരിക്കും. വെല്ലുവിളിച്ച വെല്ലുവിളികളിൽ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ ചെറുതൊന്നുമല്ല. ശക്തമായ പ്രതികൂലങ്ങൾ, ശക്തമായ പ്രതിസന്ധികൾ ഒന്ന് മാറുമ്പോൾ മറ്റൊന്നായി ജീവിതത്തിന്റെ പിന്നിൽ ആഞ്ഞടിച്ചുകൊണ്ട് പരാജയത്തിന്റെ കൊടി ഉയർത്തിക്കളയാൻ
സാത്താൻ എന്നേതിനെ മുടിച്ചു കളയാൻ ഒരുങ്ങിയാഞ്ഞ് ആ പാഞ്ഞടുത്തു വന്നതായ കാലഘട്ടങ്ങളിൽ ശത്രുവിന്റെ കരങ്ങളിൽ ഒരു വസ്തുവായി ഒരു പരാജയപ്പെട്ടവനെ പോലെ നിന്നെ നിർത്താതെ ഇന്നും ആ പരാജയങ്ങളുടെ നടുവിലൂടെ നിന്നെ നടത്തിയ ദൈവത്തിന്റെ കരം ഈ രാത്രിയിൽ നിന്നോടുകൂടെ, നിന്റെ തലമുറയോടുകൂടെ, നീ കരയുന്ന വിഷയത്തിന്റെ മേല്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേല്, ഒരുപക്ഷെ ഭർത്താവാകട്ടെ, ഒരുപക്ഷെ ഭാര്യയാകട്ടെ, ഒരുപക്ഷെ ആത്മീക വിഷയമാകട്ടെ, ഒരുപക്ഷെ ഭൗതിക വിഷയമാകട്ടെ, ഒരുപക്ഷെ ശുശ്രൂഷയുടെ തലമാകട്ടെ, ഒരുപക്ഷെ കുടുംബ ജീവിതമാകട്ടെ, ഏതു തന്നെയാണെങ്കിലും അതിന്റെ അകത്ത് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ വിട്ടുകൊടുക്കാതെ ഈ രാത്രിയിൽ ഈ ദൂത് കേൾക്കുവാൻ നിന്നെ നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിലെ ദൈവത്തിന്റെ കരമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റാരും തൊടാത്ത ഈ പ്രതിസന്ധിയെ ഈ പൗലുസിന്റെ മേൽ വന്ന് കയ്യിൽ ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. ആ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇവന് ഇപ്പോൾ ഇവനൊരു കൊലപാതകനാണ്, നീതിദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇവര് പറഞ്ഞത് നീതിദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ആരുടെ മേല? അഭിഷേകം ഉള്ളവനെ നോക്കി പറയാം, നിന്നെ നീതിദേവി ദേവി വിടത്തില്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയും, ഒരു ദേവിയും ഒരു ദേവനുമല്ല അഭിഷേകമുള്ളവന്റെ ആയുസിനെ നിയന്ത്രിക്കുന്നത്. എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ കഴിയും? ഒരു ലോകത്തിലെ ശക്തിയുമല്ല നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ആയുസിനെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ദേവിയാണോ, ഇവിടുത്തെ ഏതെങ്കിലും ദേവന്മാരാണോ? അല്ലേ അല്ല. എന്നാൽ ബർബർമാര് പറയുക ഇവനിപ്പോൾ ചാകുമെന്ന്. അധികം ആയുസില്ലെന്ന്. അങ്ങനെയൊക്കെ തോന്നിയവരുണ്ടോ ഇന്ന് രാത്രി? ഇനി എനിക്ക് എത്ര ജീവിതം ഉണ്ടെന്നൊക്കെയുള്ള ചിന്തകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ചില നിരാശകൾക്കകത്ത് നിന്നെ ഒതുക്കിക്കളയാൻ നോക്കുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമേൻ, നീ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആമേൻ. ഒരു ശത്രുവല്ല നിന്റെ ആയുസ്സിനെ നിയന്ത്രിക്കുന്നത്, അത് ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമാകട്ടോ. ആമേൻ. ഈ പർവ്വതന്മാര് പറയാ, ഇവനിപ്പോഴും ഇവനധികം സമയമില്ല, ഇവനെ പോലും. കാരണം സാഹചര്യങ്ങൾ, കാരണം സിറ്റുവേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ അതങ്ങനെ അവിടെ നടന്നിട്ടുള്ളൂ. സ്വതന്ത്രം 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 അങ്ങനെ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇതാ അവിടുത്തെ യാഥാർത്ഥ്യ സത്യം. എന്നാൽ ആ പാരമ്പര്യം ഒന്ന് പൊളിയാൻ പോവുക. ഇന്നലെ വരെയുള്ള നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യ ചരിത്രങ്ങൾ പൊളിയുണ്ട്. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ തയ്യാറായ നിന്റെ ലൈഫിൽ നിന്റെ കുടുംബക്കാരിൽ ആരിലും കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നീ സാക്ഷ്യം പറയും. നിന്റെ കുടുംബക്കാരോട് നീ സാക്ഷ്യം പറയും. നിന്റെ തലമുറയിൽ വെളിപ്പെടുന്ന, കുടുംബത്തിൽ വെളിപ്പെടുന്ന നീ ആഗ്രഹിച്ച വിഷയം. ഞാൻ വെറുതെ പറയുകയാണെന്ന് ആരും ചിന്തിക്കരുത്. എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്റെ ആദരത്തിൽ ഇങ്ങനെ തന്നെ പറയുമ്പോൾ കേൾവിക്കാരായിരിക്കുന്ന പലർക്കും പലരുടെ അകത്ത് ദൈവാത്മാവ് സംസാരിക്കും. ഇതെന്നോടുള്ള ധൂത, ഇതെന്നോടുള്ള ധൂത, ഇതെന്നോടുള്ള ധൂത. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. അപ്പോ ഇവൻ ഇപ്പോൾ മരിച്ചു വീഴും, ചത്തു വീഴും, നീതിദേവി ഇവരെ ജീവിപ്പാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ പൗലോസ് ഇതിനെ തീയിലേക്ക് കുടഞ്ഞെറിഞ്ഞ് കളഞ്ഞെന്നുള്ളതാണ് വസ്തുത. എന്താണ്? തീയിലേക്ക്. ഈ ചൂട് നിമിത്തമാണ് ഇത് പുറത്തു വന്നത്. ചൂട് നിമിത്തം ഇരിക്കാൻ കഴിയാതെ ചിലത് പുറത്തു വന്നപ്പോ, ആമേൻ, ഹല്ലേലൂയ, ചിലതൊക്കെ പുറത്തു വന്നാൽ നിന്നെയാ ലക്ഷ്യപ്പെടുന്നത്. ചിലതൊക്കെ പുറത്തു വന്നാൽ നിന്റെ നേരെയാ. എതിരെ പോയാൽ അത് നിനക്കെതിരെയാ വരുന്നത്. എന്താണെന്നറിയോ? നിന്റെ ആ കുടുംബത്തിൽ ലക്ഷ്യമിട്ടിരിക്കുന്നു. നീ കുടുംബത്തിലൊന്ന് പ്രാർത്ഥിക്കരുത്, നീ ഇടിവിൽ നിൽക്കരുത്, നീ ദൈവപ്രവൃത്തിക്കായി കരയരുത്, നീ ദൈവത്തിന്റെ രാമൻ പ്രവൃത്തി കാണരുത് എന്നുള്ള നിലയിൽ നിനക്കെതിരെ വാടകോരുന്ന, നിനക്കെതിരെ പത്തി വിടർത്തുന്ന, നിനക്കെതിരെ നിന്നെ ആരോപണം പറയുക, നിന്നെ കുറ്റപ്പെടുത്തുക, നിന്നെ ഒതുക്കിക്കളയാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഇങ്ങനെ പറയുന്നു, കേവൻ വലിച്ചു ദൂരെ എറിയുവാൻ, കുടഞ്ഞെറിഞ്ഞു കളയുവാൻ ഈ രാത്രിയിൽ തയ്യാറാകും
ചില അത്ഭുതങ്ങൾ കാണുവാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഒരു സന്ദേശം കേൾക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചുമ്മാതിരുന്നു. എന്നാൽ ഇന്ന് രാത്രി കർത്താവെ എന്നോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരുന്നിട്ടുള്ളവർക്കൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് ചില ദൂതകൾ കൈമാറ്റം നടത്തുന്ന രാത്രിയാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ ഹോളിൽ ഇരുന്നുകൊണ്ടല്ല പ്രസംഗിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇതിലൂടെ ഹീൽ ചെയ്യുന്ന, നമ്മെ സ്പർശിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഞാനിവിടെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുന്ന ദൂതികൾ എനിക്കറിയാം. ഇതിന്റെ അകത്ത് ഒത്തിരി പേരൊന്നും ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രിയിൽ ഇല്ലെങ്കിലും ഇതിന്റെ അകത്ത് കേൾവിക്കാരായിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ജന്തുവിനെ കുടഞ്ഞെറിഞ്ഞ് കളഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? ആമേൻ, ഈ പൗലോസിനൊന്നും സംഭവിച്ചില്ല. ഇവർ ഈ പദപ്രയോഗം പറയാനുണ്ടായ കാരണം ഇത് തന്നെയാണ്. കാരണം ഈ സിറ്റുവേഷനിൽ ഇവൻ വീഴേണ്ടതാ, ഇവൻ തകരേണ്ടതാ. ആമേൻ, ഹല്ലേലൂയ. ഇവൻ ഇവിടെ മരിച്ചു വീഴേണ്ടതാ, കേൾക്കേണ്ടതാ. ഇവൻ ശബ്ദിച്ച് ഇപ്പം വയറ് പൊട്ടി ഇവൻ ചാകേണ്ടതാ. പക്ഷേ പൗലോസിന് ഒന്നും സംഭവിച്ചില്ല. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, എന്റെ ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. സ്വന്തം പറയാമോ? എന്റെ ദൈവം അനുവദിക്കാതെ, എന്റെ ദൈവം അനുവദിക്കാതെ, നമ്മുടെ കർത്താവ് അനുവദിക്കാതെ, അല്ലെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ വരച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ നമ്മെ കയ്യിൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട് അവനറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. വിശ്വസിക്കുന്നത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഈ നോക്ക പൗലോസ് ഇതിനെ തീയിലേക്ക് കുടഞ്ഞെറിഞ്ഞ് കളഞ്ഞപ്പോ അവരുടെ ഒരു പാരമ്പര്യം അവിടെ തകരുന്നത്. ദൈവം നിന്നെ ഒരു അധികാരത്തോടെ നിർത്തിയിരിക്കുന്ന ചിലതിന് മേലൊക്കെ ജയമെടുക്കാൻ ഒത്തിരി ഫൈറ്റ് കേട്ടോ, ഒത്തിരി ഫൈറ്റ്. നിന്നെ ഒതുക്കിക്കളയാൻ. കുടുംബത്തിന്റെ ചില ശക്തികൾ, ചില പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകൾ, ഇന്നലകൾ ഉയർന്നു നിന്നതൊക്കെ നിന്നെ നിർത്താത്ത, നിന്നെ ഓടിക്കാൻ വരെ നോക്കി, ഓടിക്കാൻ. നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടായത്, ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ നീ കഴിഞ്ഞ നാടുകളിൽ കയറി വന്ന വ്യക്തിയാണ്. ചെറുതു വല്ലതുമാണ്. വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രതികൂലങ്ങൾ ഒന്ന് മാറുമ്പോൾ ഒന്നൊന്നായി ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് ആഞ്ഞടിച്ച സ്ഥാനത്ത് ഒരിക്കൽ കൂടി മുമ്പേ പറഞ്ഞ പദപ്രയോഗം പറയാം, നീ നിൽക്കുന്നതല്ല ദൈവം നിന്നെ നിർത്തിയിരിക്കുക. പൗലോസിനെ നിർത്തിയിരിക്കുന്നത് പോലെ. പൗലോസിനെ അറിയത്തില്ല ഇതെന്നാ സംഭവിക്കുന്നത്, എന്നാൽ ഇതിന്റെ അകത്ത് ഒരു ദൈവ പ്രവൃത്തി ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? പൗലോസിന്റെ മേല് ഈ അണലി കയറി ചുറ്റി ഇവൻ കേട്ട അപവാദത്തിലും ഇവൻ കേട്ട നിന്നയൊക്കെ അവന് ഗുണകരമായി. എന്താ കാര്യം അറിയോ? അവരുടെ മനസ്സ് മാറിയിട്ട് അവര് പറഞ്ഞു, ഇവനൊരു ദേവനാ. ഹല്ലേലൂയ. ഇന്നലകളിൽ കേട്ടതല്ല, ഇന്നലകളിൽ അനുഭവിച്ചതല്ല, ദൈവം ഒരുക്കിയിട്ടുള്ളത് ചിലത് വെളിപ്പെടാൻ പോവുക. ഈ ദൈവപ്രവൃത്തി അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോ ഹല്ലേലൂയ അവര് പറഞ്ഞു, എനിക്ക് ആ പദമൊക്കെ ഞാനങ്ങ് പ്രസംഗിച്ച ഞാൻ അതിന്റെ സത്ത് വലിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞു. ഞാനത് ആസ്വദിച്ചാ പ്രസംഗിക്കുന്നത്. എന്താണെന്നറിയോ? അവര് പറയുക, എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ഇങ്ങനെ പറയാം, നിന്നെ വിടത്തില്ല, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിസാര ആൾക്ക് വേണ്ടിയാവും, അവിടുത്തെ തലവന് വേണ്ടി പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുന്ന ചില ദൂതങ്ങൾ ആർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ വരെ നിന്നെ പൂച്ഛിച്ചു തള്ളിയ കുടുംബക്കാരുടെ നടുവിൽ നിന്നെ പ്രാർത്ഥനയുടെ വില എന്താണെന്നും നീ പ്രാർത്ഥിക്കുന്നവളാണെന്നും വെളിപ്പെടുത്താൻ പോവുക. വിശ്വസിക്കുന്ന ഇന്ന് രാത്രി അപവാദം പറഞ്ഞവരുടെ നടുവിൽ, കുറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, ആക്ഷേപം പറഞ്ഞവരുടെ നടുവിൽ പൗലോസിനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം. എനിക്ക് മനസ്സിലായ ഒരു വെളിപ്പാട് പറയാം. അവർക്ക് മനസ്സിലായി ഇവനൊരു സാധാരണ മനുഷ്യനല്ലെന്ന്. ഇവനൊരു സാധാരണ മനുഷ്യനല്ല. അവർക്ക് മനസ്സിലായി ഇവന്റെ മേലൊരു അഭിഷേകമുണ്ട്. അവർക്ക് മനസ്സിലായി ഇവന്റെ മേലൊരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ. മനസ്സ് മാറിയിട്ട് അവര് പറഞ്ഞു, ഇവൻ ആരാണ്? ഇവനൊരു ദേവൻ.
ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല, ഇവനൊരു ദേവൻ. പിന്നെ പൗലോസിലൂടെ അവിടെ ചില ദൈവപ്രവർത്തികൾക്ക് വേണ്ടി വഴിയൊരുങ്ങുക. പ്രാർത്ഥിച്ചു, ഈ ദിവസങ്ങളിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുക, ചില വിഷയങ്ങളും കർത്താവ് ഓപ്പൺ ആക്കാൻ പോകുക, നിനക്ക് വേണ്ടിയുള്ള ചില ദൈവിക പദ്ധതികൾ, വാതിലുകൾ കർത്താവ് തുറക്കാൻ പോകുക. ശക്തമായ നിലയിൽ ഈ ദിവസങ്ങൾ ഈ ദൂതുകൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ. അതാ എന്റെ പ്രസംഗത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല, ദൈവാത്മാവ് ഇന്ന് രാത്രി ആരുടെയൊക്കെയോ അനുഭവങ്ങളെ തൊടും എന്നെനിക്ക് കൃത്യമായി അറിയാം. ഇന്ന് രാത്രി എന്റെ പ്രഭാഷണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുക. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മൾ നിന്നാൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്നവനല്ല. ദൈവം നമ്മെ ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നോട് കർത്താവ് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളത്ര പ്രിയപ്പെട്ടവരെന്റെ വാക്കുകളെ കേൾക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചു. എല്ലാ തലകളും